നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. അർഹതയില്ലാത്ത വ്യക്തിക്ക് വർഷങ്ങളായി ഷൊർണൂർ നഗരസഭാ ഭരണസമിതി പെൻഷൻ നൽകിയെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ ആരോപിച്ചു. ഷൊർണൂർ കണയം പയ്യനേഴി വീട്ടിൽ P. രാജൻ എന്ന വ്യക്തി അയോഗ്യത മറച്ചുവെച്ച സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്. പ്രതിവർഷ വരുമാനം 60,000 രൂപയാണെന്ന് കാണിച്ച് ഷൊർണൂർ വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങിയ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ഇയാൾ പെൻഷൻ വാങ്ങിയിരുന്നത്. എന്നാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസ് നടത്തിയ പരിശോധനയിൽ ബാങ്ക് ഇടപാടുകളും വരുമാനവും തമ്മിൽ പൊരുത്തക്കേട് കണ്ടെത്തുകയും വരുമാന സർട്ടിഫിക്കറ്റ് റദ്ദാക്കുകയും ചെയ്തു. സത്യവാങ്മൂലം മാത്രം പരിഗണിച്ചാണ് മുൻപ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്നാണ് വില്ലേജ് ഓഫീസിന്റെ വിശദീകരണം. ഇതോടെയാണ് നഗരസഭാ ഭരണസമിതിക്കെതിരെ BJP രംഗത്തെത്തിയത്. തട്ടിപ്പ് നടത്തിയ വ്യക്തിക്കെതിരെ കേസെടുക്കണമെന്നും ഇതുവരെ നൽകിയ പണം പലിശ സഹിതം തിരിച്ചുപിടിക്കണമെന്നും BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ ആവശ്യപ്പെട്ടു. BJP നേതാക്കളായ K. പ്രസാദ്, P. രഞ്ജിത്ത്, കൌൺസിലർ ഗോപകുമാർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അനുവദിച്ചതെന്നും അത് റദ്ദാക്കിയതിൽ നഗരസഭയ്ക്ക് പങ്കില്ലെന്നും വ്യക്തമാക്കിയ നഗരസഭാ ഉപാധ്യക്ഷൻ V. K. അനുരാജ് ആരോപണം പൂർണ്ണമായും തള്ളി. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 6 വർഷത്തിലേറെയായിട്ട് ഒരു വ്യക്തി, യോഗ്യതയില്ലാത്ത വ്യക്തി, ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലുള്ള ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് ആ വിവരം പുറത്തു വന്നു. വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയും പരാതിക്കാരനും മാർക്സിസ്റ്റുകാരനായതുകൊണ്ട് ഈ വിഷയം ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് മുനിസിപ്പാലിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന സമയത്ത് ഇനി മുതൽ കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു ബാലിശമായുള്ള നിലപാടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എടുത്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള BJPയുടെ പ്രതിനിധി, ഇവിടുത്തെ കൌൺസിലർ അതിനെതിരെ വിയോജനക്കുറിപ്പ് കൊടുക്കുകയും ഈ ഗവൺമെന്റിനെ അല്ലെങ്കിൽ സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് പണം കൈപ്പറ്റിയ ആളുടെ പേരിൽ നടപടിയെടുക്കാനും ഇതുവരെ കൊടുത്ത പൈസ തിരിച്ചുപിടിക്കാനും വേണ്ടിയിട്ടുള്ള കുറിപ്പ് കൊടുക്കുകയും ഉണ്ടായി. എന്നാൽ അത് അതേപോലെ തന്നെ കൌൺസിൽ വയ്ക്കാൻ വേണ്ടിയിട്ടും നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. എന്നാൽ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിന് തയ്യാറാവാതെ അവരുടെ മാത്രം തീരുമാനപ്രകാരമായി അത് കൌൺസിലിലേക്ക് കൊടുക്കാൻ തയ്യാറായതുമില്ല. മാത്രമല്ല ഇനി മുതൽ കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു നിലപാടിൽ മാത്രം നിൽക്കുക. ഇവിടെ ഗവൺമെന്റിന്റെ പൈസയാണ്, അത് ജനങ്ങളുടെ നികുതിയാണ്. ഇത് അർഹതപ്പെടാത്ത ഒരാളുടെ കയ്യിൽ അവരറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം, ഇവിടെ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ വ്യക്തിയുടെ പേരിൽ, പൈസ തട്ടിപ്പിന്റെ പേരിൽ ക്രിമിനൽ കേസ് കൊടുക്കാനും ഇതുവരെ കൊടുത്ത പൈസ പലിശ സഹിതം തിരിച്ചുപിടിക്കാനും ഇവിടെ മുനിസിപ്പാലിറ്റി തയ്യാറാവും. സാധാരണക്കാരന്, പാവപ്പെട്ടവന് ഒരു ക്ഷേമ പെൻഷൻ കിട്ടാൻ നിരവധി നൂലാമാലകളിലൂടെ കയറി ഇറങ്ങേണ്ടി വരുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായി എന്നുള്ള ഒറ്റ കാരണത്താൽ അവർക്ക് ഇതുപോലെ തട്ടിപ്പ് നടത്താനും അതിനുശേഷം അത് പുറം ലോകം പറയുമ്പോൾ അത് രഹസ്യമാക്കി അല്ലെങ്കിൽ അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നത് അത് നീതീകരിക്കാൻ പറ്റില്ല. അതിശക്തമായ ഇതിന്റെ പേരിൽ നടപടി എടുത്തില്ലെങ്കിൽ. ന്യൂസ് ഡെസ്ക് CCV. അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919.